നമസ്കാരം മക്കളെ. മഴക്കാലമായി കഴിഞ്ഞാൽ വീട്ടിലെ അവസ്ഥ കാണണം. ഈ വീട്ടിലെ മാത്രമല്ല ഒട്ടുമിക്ക വീട്ടിലും ഇതേ അവസ്ഥക്കാരം കണ്ടോളി. ഈ ഒരു കൊട്ട തുണിയുണ്ട്, ഇതൊക്കെ നനഞ്ഞ തുണിയാണ്. 2 ദിവസമായിട്ട് ഉണങ്ങിയിട്ടില്ല. ഇവിടെ പിടുത്തം വിട്ട മഴയാണ്. അപ്പോൾ ഇത് എന്തിനാണെന്നറിയോ, ഈ ജനലിൻ്റെ അഴിയുമ്പോൾ കൂടെ കട്ടിലിൻ്റെ എവിടൊക്കെയാണ് വിരിച്ചിടാൻ പറ്റുക ആ സ്പേസ് നോക്കി നടക്കാവും. പെരയുടെ നടുമുറ്റത്തിൻ്റെ അവസ്ഥ. നടുമുറ്റത്തിൽ ഇങ്ങനെ ഒരു സ്പേസ് ഇട്ടുകൊണ്ട് ഓൾക്ക് എന്താക്കിയിരുന്നു, അയക്കക്ക് പകരമായി എന്ന് പറഞ്ഞു. ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു അയൽ നിങ്ങളുടെ വീട്ടിൽ വേണ്ടി വരും കേട്ടോ. എന്തായാലും മസ്റ്റായിട്ട് വേണ്ടിയ ഒരു പ്രൊഡക്റ്റാണ്. കാരണം തുണി ഉണങ്ങാത്തത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. അപ്പോൾ ഇത് ഔത്താണെങ്കിലും ഞാൻ വർക്ക് ഏരിയയിലാണെങ്കിലും എവിടെയാണെങ്കിലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കെട്ടാൻ പറ്റും. കെട്ടാൻ വേണ്ടി പോവുകയാണ്. ഇതൊക്കെ ഇത് നല്ല സിമ്പിളായിട്ട് ഇതിൻ്റെ അറ്റത്തൊരു കുളത്തുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഗ്രീനിലായിട്ട് കുളത്തുനിന്ന് ഒരു പണിയില്ല. നമുക്ക് കെട്ടാനോ അത് പൊട്ടുന്നുള്ള ഒരു ടെൻഷനും വേണ്ട. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ടൊന്ന് കുളത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കുളത്തി കൊടുക്കും. ഇങ്ങനെ അയൽ കെട്ടി കഴിഞ്ഞ് നോക്കിയിട്ട് എത്ര കനമുള്ള ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കെട്ടാം. അപ്പോൾ ഇത് കയറ് കെട്ടിയാലും മതിയിലേന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. കയറ് കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കയറുകൊണ്ട് കെട്ടിക്കഴിഞ്ഞാലും ഇത് നല്ലോണം താഴും. ഇതാവുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് ഈ സാധനം ഇവിടെ കിട്ടും കേട്ടോ. ഇതിൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ചെറിയ പൈസ മാത്രമേ ഇതിനായിട്ടുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് അത് മസ്റ്റായിട്ട് ആവശ്യമുള്ളതാവും. പ്രൊഡക്റ്റ് മോളിൽ ടാഗ് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ.